മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വീണ്ടും ആരോപണം. സൂത്രവാക്യം എന്ന സിനിമാ സെറ്റിൽ മോശം അനുഭവമുണ്ടായെന്ന് നടി അപർണ ജോസ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. നടി അപർണ ജോസ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീമതി അപർണ ജോസ്. എന്താണ് ഈ ഒരു പരാതി ഇത്തരത്തിൽ ഉന്നയിക്കാൻ കാരണം? എന്തൊക്കെയാണ് പരാതിയിൽ പറയുന്നത്? ഞാനിതൊരു പരാതിയായിട്ട് ഉന്നയിച്ചിട്ടുള്ളതല്ല. ആം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വിൻസി അലോഷ്യസ് പറഞ്ഞ മീഡിയയിലും അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ സംബന്ധമായിട്ട് സഹപ്രവർത്തക എന്ന് പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാണ്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് അങ്ങനെ ആ, ഒരു പ്രസ്താവന വന്നതിന് ശേഷം ഇങ്ങോട്ട് ഞാൻ ഫോർമലി ആ കംപ്ലൈന്റിനകത്ത് അസോസിയേറ്റഡ് ആയി പോകുകയും അവിടുന്ന് ഇങ്ങോട്ട് വന്ന പ്രൊസീജിയറിലൊക്കെ പല രീതിയിലും ഫോർമലായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തും അല്ലാതെയും വിളിച്ച് ഇന്നലെ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് അന്വേഷിക്കാനായിട്ട് വിളിച്ചവരുടെ അടുത്ത് സംസാരിക്കേണ്ടിയും ഒക്കെ ഒരു അവസ്ഥ വന്നായിരുന്നു. അപ്പൊ അതിനുശേഷം എന്റെ പേര് വന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സ്ഥലത്തുനിന്ന് മീഡിയകളിൽ നിന്നൊക്കെ കോളുകൾ വന്നുകൊണ്ടിരുന്നത് കൊണ്ട് പറയാം എന്ന് തീരുമാനിച്ചതാണ്. ഇപ്പോൾ എന്താണ് ഇത്തരത്തിൽ ഷൈൻ ടോമിനെതിരെ വീണ്ടും ആരോപണവുമായിട്ട് എത്താനുണ്ടായ ഒരു കാരണം? എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞതെന്ന്. ഞാനൊരു ആരോപണമായിട്ട് പുറത്തേക്ക് വരാനായിട്ട് വന്നതല്ല. ഇത്രയും നാള് ഇവിടെ നടന്നതിന്റെ ഒരു വിൻസി അലോഷ്യസ് പറഞ്ഞ എവിടെയോ പറഞ്ഞ മീഡിയയിൽ പറഞ്ഞ ഒരു സംഭവത്തിൽ നിന്നും ഓർഗാനിക്കലി ഇവോൾവ് ചെയ്തപ്പെട്ടു വന്ന ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് ആയി ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് അറിഞ്ഞോ അറിയാതെയോ ഞാനും ചേർന്നിട്ടുണ്ടായി. ആ പേര് മീഡിയയുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവർ കോണ്ടാക്ട് ചെയ്തതനുസരിച്ച് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇനിയുള്ള തുടർ തീരുമാനം എങ്ങനെയാണ്? നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? എനിക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് ഷൈനിന്റെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാനത് അവിടെ സെറ്റിലുണ്ടായിരുന്ന എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒരു ആർട്ടിസ്റ്റിനെ അറിയിക്കുകയും ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം കുറച്ച് പ്രൊഡക്ഷൻ ടീമുമായിട്ട് കുറച്ച് അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയുമായതുകൊണ്ട് ഞാൻ അവരെ അറിയിക്കുകയും അവിടെ എനിക്കൊരു പരിഹാരം കിട്ടുകയും ചെയ്തു. അവിടെ വെച്ച് എന്റെ പ്രശ്നം സോൾവ് ചെയ്തിട്ടാണ് ഞാൻ ഓസ്ട്രേലിയയിലാണ്, എന്റെ ലൈഫ് ഇവിടെയാണ്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോരുന്നു. അപ്പോ അതിനുശേഷം ഇനി അതൊരു പരാതിയായിട്ട് മുന്നോട്ട് പോകാനൊന്നും എനിക്ക് തീരുമാനമില്ല. പക്ഷെ ഈ വാർത്ത പുറത്തു വന്നതുകൊണ്ട് എന്നെ മീഡിയ കോണ്ടാക്ട് ചെയ്തതുകൊണ്ട് ഞാനിപ്പോ സംസാരിക്കുന്നു. എന്നായിരുന്നു ഈ സംഭവം, ഒന്ന് വ്യക്തമാക്കാമോ? നവംബറിലായിരുന്നു ഈ സിനിമയുടെ ഷൂട്ട് നടന്നത്. തീർച്ചയായിട്ടും സിനിമാ സെറ്റുകളിലാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗവുമായിട്ട് മോശമായിട്ട് പെരുമാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. എന്താണ് ഇത്തരത്തിലുള്ള നടപടികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യാനാവുക? എന്നെ സംബന്ധിച്ച് ഇപ്പോ ആ ചോദ്യത്തിനകത്ത് തന്നെ ലഹരി ഉപയോഗിച്ചിട്ടാണോ മോശമായി പെരുമാറിയതെന്ന് എനിക്കറിയില്ല. ഷൈൻ ലഹരി ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മോശമായ പെരുമാറ്റം ഓഫ് കോഴ്സ് അതുണ്ടായിരുന്നു. അതെനിക്ക് മോശമായി അൺകംഫർട്ടബിൾ ആയി തോന്നിയപ്പോൾ ഞാൻ എങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു മൂവിയിൽ, എന്റെ ആദ്യത്തെ സിനിമയാണ്, ആദ്യമായിട്ട് മൂവിയിൽ അഭിനയിക്കുന്ന ആളാണ്. അപ്പൊ എന്തൊക്കെ നടപടികൾ എടുക്കണം എന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ മൂവിയുമായിട്ട് നേരത്തെ ബന്ധമുണ്ടായിരുന്ന എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ പറയുകയും എനിക്ക് അപ്പോൾ തന്നെ അവിടെ ഒരു പരിഹാരവും കിട്ടുകയും ചെയ്തതനുസരിച്ച് ഞാൻ ഹാപ്പി ആയിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പൊ എന്റെ പ്രൊഫഷൻ അവിടെ ആയിരുന്നെങ്കിൽ, എന്റെ സ്ഥിരമായ വർക്ക് സ്പേസ് അതായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇനിയും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നത് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തേനെ. പക്ഷെ ഇപ്പൊ ഇവിടെ നിന്നുകൊണ്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാനോ ഫോളോ അപ്പ് ചെയ്യാനോ ഉള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് പരിധികളുണ്ട്. തീർച്ചയായിട്ടും സിനിമാ സെറ്റുകളിൽ ഈ ചൂഷണങ്ങൾക്കൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായിട്ട് ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നത്. അതെ. ചോദ്യം മനസ്സിലായില്ല. ഈ സിനിമാ സെറ്റുകളിൽ ഇത്തരത്തിലുള്ള സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളും അത് തുടർന്നുള്ള കമ്മീഷനുകളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സിനിമാ സെറ്റുകളിലാണ് ഇത്തരത്തിൽ കൂടുതൽ സഹപ്രവർത്തകരോട് മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതെ. ഇനിയുള്ള തുടർ നടപടി തീരുമാനങ്ങൾ ഇനി എന്താണ് ഈ ഒരു പരാതിയിൽ?
ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് ഞാനൊരു പരാതിയായിട്ടല്ല പുറത്ത് വന്നത്. ഞാൻ പരാതിപ്പെട്ടിരുന്നു. എനിക്കതിന് സൊല്യൂഷൻ കിട്ടി. പക്ഷെ അതിന് ശേഷം ആ സെറ്റിലുണ്ടായി വന്ന കുറച്ച് കാര്യങ്ങളുടെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളുടെ ഒരു പ്രതിഫലനം എന്ന പോലെ മീഡിയ എന്നെ കോൺടാക്ട് ചെയ്തതുകൊണ്ട് ഞാനിതിപ്പോ പുറത്ത് പറയുന്നു എന്നുള്ളതാണ്. തീർച്ചയായും നന്ദി ശ്രീമതി അപർണ ജോസ്. ഷൈൻ ടോമിനെതിരെയാണ് വീണ്ടും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ മോശം അനുഭവമുണ്ടായെന്നാണ് നടി പറയുന്നത്. സെറ്റിൽ ഷൈൻ ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നാണ് അപർണ പറയുന്നത്. ഷൈൻ്റെ വ്യത്യസ്ത രീതിയിലുള്ള പെരുമാറ്റം പ്രയാസമുണ്ടാക്കി. ഷൈൻ സംസാരിക്കുമ്പോൾ വെളുത്ത നിറത്തിലുള്ള പൊടി വായിൽ നിന്നും വീഴുന്നത് കണ്ടെന്നും അപർണ പറയുന്നു. നടി അപർണ ജോൺസ് ആണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത്. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനല്ല വിൻസി അലോഷ്യസ് പറഞ്ഞ മറ്റൊരു സഹപ്രവർത്തക എന്നതുകൊണ്ട് മാത്രം പ്രതികരിച്ചു എന്നാണ് നടി അപർണ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത്.